വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹം ഇന്ന് നടക്കാൻ പോകാം കേട്ടോ. അതായത് എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ പോവാണ്. അപ്പം പണ്ട് തൊട്ട് നമുക്ക് ഉള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്കിത് സഫലീകരിക്കാൻ പോകുന്നത്. അപ്പം നമുക്കുള്ള അവിടുത്തെ വിശേഷങ്ങളും പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പം വണ്ടിയിലേക്ക് കയറാൻ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറുന്നുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, ആ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവാം കേട്ടോ. എൻ്റെ സ്നോബലിനെ സോനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ഞങ്ങൾക്കൊരു ചെറിയ ദുഃഖമുണ്ട് കേട്ടോ. പിന്നെ അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും കാറിനകത്ത് കയറാൻ അടിയാട്ടോ. നമുക്ക് തോന്നിയ ലഗേജൊക്കെ ഉണ്ട്. ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ 7 പേരുടെ ലഗേജ് വണ്ടിയിലുണ്ട്. നമുക്ക് വണ്ടിയിലേക്ക് കയറാം കേട്ടോ. ഞങ്ങൾ പാച്ചിയമ്മയെ വിളിച്ചാണ്. അപ്പോൾ പാച്ചിയമ്മ പറഞ്ഞു ഞങ്ങളിപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം പുറകിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ, ചേച്ചി ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഇപ്പോഴേ പുതച്ചൊക്കെ ഇരിക്കുവാണ്. ചേച്ചി അപ്പോഴും ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇവിടെ നിർത്തിയേക്കുവാന്ന്. ചോറ്റാനിക്കര കേട്ടോ. അതാണ്ട് ഒരു വാനര സൈന്യം താണ്ട് വന്നിരിക്കുന്നേ. എൻ്റെ ഉണ്ണിമോളൊക്കെ തൂങ്ങി നിൽക്കുക കേട്ടോ. ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ ഇതിൽ കാലൊക്കെ നീട്ടാൻ മൂത്ത് വെക്കാൻ വയ്യാഞ്ഞൊക്കെ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ നിൽക്കുക. പിന്നെ എന്താണ് കണ്ട് ഇവിടെ എല്ലാവരും നിൽപ്പുണ്ട്. ഹരിനാരായണന് അവൻ്റെ അച്ഛനും കൂടെ അവിടെ നിൽക്കുന്നു കേട്ടോ. ഒരു ഫുഡ് എടുക്കാനുള്ള നമ്മൾ കാപ്പിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിന് ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ളത്. ഞങ്ങൾ വിചാരിച്ചിന് ഒരു ദിവസത്തെ ഫുഡ് നമുക്ക് എടുക്കാമല്ലോ. അപ്പം പിന്നെ എല്ലാം പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 2 ദിവസം നമ്മളിനി പുറത്തെ ഫുഡല്ലേ നമ്മൾ കഴിക്കുന്നത്. ഒരു സാമ്പാറൊക്കെ തിരക്കുന്നു. ഇഡ്ഡലി സാമ്പാറാണ് നമ്മൾ എടുത്തേക്കുന്നത്. വണ്ടിയിലിരുന്ന് നന്നായിട്ടങ്ങ് ഉറങ്ങി കേട്ടെ. ഇന്നലെ രാത്രി ഫുഡൊക്കെ നമുക്ക് തയ്യാറാക്കേണ്ടതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ടങ്ങ് നമുക്ക് ഭയങ്കര ക്ഷീണം. എങ്ങനെ ഹരിയേട്ടൻ വന്നിട്ട് ഞാനോട് പറയുന്നത് പിന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടില്ല. അന്നേരം തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ച് നമ്മൾ പെട്ടെന്ന് നമുക്ക് എടുത്ത തീരുമാനമാണ് അത് കേട്ടോ. അതിന് മോനും കൂടെ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നു. മോനൊക്കെ അങ്ങ് ക്ഷീണിച്ച് യാത്ര ചെയ്ത് വെളുപ്പിനെ നമ്മൾ ഇറങ്ങിയല്ലേ. പിന്നെ അച്ഛൻ ഞങ്ങൾ ഇവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിനി യാത്ര പുറപ്പെടുക കേട്ടോ. ഇപ്പം ഞങ്ങൾ ഉണ്ണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ പിന്നെ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാം. നമുക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി പിന്നെ അടുത്ത യാത്ര തുടരാൻ പോകാം കേട്ടോ. പിന്നെ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് നമുക്ക് ഫുഡൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടരാം. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് വടകര ആണ് ഈ സ്ഥലം. അപ്പം നമ്മൾ അവിടെ കാണുന്ന ചെറിയൊരു കടയിലാണ് ചായ കുടിക്കാൻ നമ്മൾ നിർത്തിയത്. പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് അടുത്ത യാത്ര നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് പറശ്ശിനിക്കടവിലാണ്.
നാളെ മാത്രമേ നമ്മൾ മൂകാംബികയിലേക്ക് പോകത്തുള്ളൂ. ഞങ്ങളിവിടുത്തെ ചായ കുടിക്കാൻ ചായ എടുത്താണ്. ഞാൻ കുടിച്ചതല്ല കണ്ടോ, ചായ ഇത്രയേ ഉള്ളൂ. പിന്നെ ദാണ്ട് കുഴക്കട്ടായിട്ടോ, നമ്മൾ മധുരമുള്ള കുഴക്കട്ടയാണെന്നും പറഞ്ഞ് നമ്മൾ മേടിച്ചത്. അതിനകത്തേക്കൊരു ചമ്മന്തിയുടെ കൂട്ട്, ചമ്മന്തിയാണോ തോരനാണോ എന്തോ അതേപോലൊക്കെ ആക്കി വെച്ചേക്കുന്നത്. ഇത് ഞാനിത് കഴിച്ച് നോക്കട്ടെ, പിള്ളേർ കഴിച്ചിട്ട് ബാക്കിയാണ്. ഞാൻ കഴിച്ച് നോക്കട്ടെ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. നമുക്ക് അത്ര മൽപ്പായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, പേഴ്സണലി പറയാൻ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചായ ബാക്കി കുടിക്കട്ടെ. ഇപ്പം ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണേ. ഇപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പം നമുക്കൊരു ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. മുത്തപ്പന് ഇന്ന് അമ്പലത്തിലുണ്ട് എന്ന് നമുക്കൊരു ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണേ. ഞങ്ങളങ്ങനെ മുത്തപ്പനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു റൂം എടുത്ത് നമ്മുടെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിനടുത്ത് ഞങ്ങൾ ഒരു റൂമൊക്കെ എടുത്ത് കേട്ടോ. അപ്പം നമ്മൾ റൂമിലേക്ക് വന്ന് ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ റൂമിൽ വന്ന് രാത്രിത്തേക്കുള്ള ഭക്ഷണം നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചത്. അപ്പം നമ്മൾ ആകെപ്പാടെ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമ്മൾ കിടക്കാനായിട്ട് പോയി കേട്ടോ. അപ്പം നമ്മൾ മുത്തപ്പനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കിടക്കാൻ പോകാം കേട്ടോ. നമ്മളെല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി റെസ്റ്റ് എടുക്കട്ടെ. ഇനിയിപ്പം നമുക്ക് രാവിലെ തന്നെ നമ്മൾ മൂകാംബികയിലേക്കുള്ള യാത്ര നമുക്ക് പുറപ്പെടണം. പിന്നെ എന്താണ്, അപ്പം എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നാളെ മൂകാംബികയിലേക്ക് പോകുന്ന വീഡിയോ നമുക്ക് പാർട്ട് 2. Bye.